അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു ഗൈസ്. അതെ, നമുക്ക് തമിഴിൽ കണ്ടതുപോലെ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ കണ്ടാലോ? വായോ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് കൂടെ കുടിക്കുക കേട്ടോ. നമുക്ക് വിശേഷങ്ങളൊക്കെ കാണാം. ഇത് നമ്മുടെ സൂപ്പർ താരമാണ് തണ്ണിമത്തിൻ്റെ തോല്. എല്ലാവർക്കും അറിയാം. അതിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട്. കാണാത്തവർ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇത് നമ്മുടെ സൂപ്പർ നവര മീനാണ്. അമ്മ വരഞ്ഞൊക്കെ വെച്ച് നന്നായിട്ട് പൊരിക്കാൻ മസാലയൊക്കെ പുരട്ടി നമ്മൾ അടുപ്പത്ത് അവനെ ചേർത്തിട്ടുണ്ട്. ഇത് നമ്മുടെ തോരൻ, തണ്ണിമത്തൻ്റെ തോരൻ. ഇവനിപ്പോൾ നമ്മുടെ വീട്ടിൽ ഫേമസ് ആയിട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ എല്ലാവരും ഇപ്പോൾ ഇതൊക്കെ ട്രൈ ചെയ്യുവാണ്. എല്ലാവരും വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്, ഒരുപാട് റെസിപ്പീസുകളുണ്ട്. കാണുക, ഇഷ്ടപ്പെടുക, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി റെസിപ്പീസുകളാണ്. മാത്രമല്ല വളരെ ഗുണമുള്ള ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളാണ് നമ്മുടെ ചാനലിനകത്തുള്ളത്. അത്രയും ഓഹ് എന്തല്ല എൻ്റെ സൂപ്പർ മുളകിട്ട മീൻ കറിയാണ്. ഒരു രക്ഷയില്ലായിരുന്നു എൻ്റെ പൊന്നു ഗായ്സ്. എന്താ പറയുക, അടിപൊളി, നല്ല കൂട്ടപ്പം വലിയ നവര മീനാണ്. ഈ മീൻ നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പേര് പറയുന്നത് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. ഞങ്ങളുടെ ഇവിടെ ഇതിന് നവര എന്നാ പറയുന്നത് തിരുവനന്തപുരത്ത്. അങ്ങനെ നവര മീനൊക്കെ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ അപ്പോഴപ്പോഴും തുറന്ന് നോക്കുന്നത് എന്തിനാണെന്നറിയാമോ? ആയോ ആയോ എന്ന് നോക്കുവാണ് കേട്ടോ. കണ്ടപ്പോൾ തന്നെ വായിൽ കപ്പലോട്ടാനുള്ള വെള്ളമുണ്ട്. പക്ഷേ അടിപൊളി ടേസ്റ്റായിരുന്നു. ഞങ്ങളൊക്കെ കഴിച്ചു. വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. അങ്ങനെ കൊതി വരുവാണ്. അങ്ങനെ മീനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, പൊരിയാറായിട്ടുണ്ട്. നമ്മുടെ തോരനൊക്കെ അടിപൊളിയായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അടുപ്പത്ത്. എൻ്റെ നാത്തൂനെ കൊണ്ട് മുളകിട്ട മീൻ കറി വെച്ചതാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അവൾ വയ്ക്കുന്ന മീൻ കറിക്ക്. അങ്ങനെ ഞാൻ അതിൻ്റെ അഡിക്റ്റും ഫാനുമാണ്. അവളെ കിട്ടി അവളെ കൊണ്ട് മീൻ കറി വെപ്പിക്കും കേട്ടോ. സൂപ്പർ ടേസ്റ്റായിട്ട് നല്ല കൈപ്പണ്ണിയുള്ള കൊച്ചാണ് അവൾ. എൻ്റെ നാത്തൂനാണ് കേട്ടോ. അവളെ വെറുതെ പൊക്കി പറയുന്നതല്ല, റിയലായിട്ടും സൂപ്പർ ഗേളാണ്. അടിപൊളിയാണ്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ്. അങ്ങനെ മീൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തോരൻ, അങ്ങനെ എല്ലാ ഒഴിച്ച് കറി, എന്താ അല്ലേ, പൊരിച്ച മീൻ, നമ്മുടെ തലയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്, കപ്പ ഉടച്ചതൊക്കെ ഉണ്ട്, ചോറ്. ഞാൻ അങ്ങനെ കിടന്നപ്പോഴുണ്ട് രാവിലെ അമ്മ ഫോൺ വിളിക്കുക, മക്കളെ സരിത വരുന്നുണ്ട്, മോള് വരുന്നുണ്ടോ, കേൾക്കേണ്ട താമസം. ഞാൻ വണ്ടി എടുത്തിട്ട് പാഞ്ഞിങ്ങോട്ട് ഇറങ്ങി. ചെറിയ മഴയൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ചെന്നപ്പോഴാണ് വിചാരിച്ചത് വരാതിരുന്നെങ്കിൽ വളരെ നഷ്ടമായി പോയേനെ എന്ന് ഗൈസ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കഴിക്കാനൊക്കെ ഇരിക്കുവാണ്. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റിലായിരുന്നു. നല്ല ഫ്രഷായിട്ടുള്ള നവര മീനായിരുന്നു. പിന്നെ നമ്മുടെ രാജാവായ തോരനും, ഇവനിപ്പോൾ ഫേമസാണ്. ഞങ്ങളുടെ വീട്ടിലെല്ലാവരും ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ തോരനും ഒഴിച്ച് കറിയും ചോറും ഒക്കെ ആയിട്ട് അങ്ങനെ നമ്മുടെ നാത്തും ചോറൊക്കെ വിളമ്പുവാണ്. ഞാനങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പെട്രോൾ പമ്പിലൊക്കെ കയറി പെട്രോളൊക്കെ അടിച്ചു. അങ്ങനെ വീട്ടിലോട്ട് വന്നു. അവിടെ തണ്ണിമത്തങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തൊലിയാണ് കേട്ടോ ഞങ്ങൾ അവനെ അരിഞ്ഞ് തോരനാക്കി വെച്ചേക്കുന്നത്. പിന്നെ എന്തുവാ, വീട്ടിൽ വന്നിട്ട് ഇത് ഈ മീൻ കറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടേക്കും എനിക്ക് വിശന്നിട്ട് വയ്യായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് കുറച്ച് ബിസ്ക്കറ്റൊക്കെ അങ്ങ് അകത്താക്കി. ഞങ്ങളുടെ വാവയാണ് ജോയിൽ വാവ, അവനും ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും തണ്ണിമത്തൻ ഞങ്ങളെല്ലാവരും കഴിച്ചു. അടിപൊളിയായിരുന്നു. പിന്നെ വൈകുന്നേരം അമ്മ ചായയും വടയും ഒക്കെ തന്നു. വടയൊക്കെ മേടിച്ചു. അവിടെ ഇതിലൊരു അപ്പൂപ്പൻ കൊണ്ടുപോയിട്ടോ. അങ്ങനെ വടയൊക്കെ മേടിച്ചു. പിന്നെ പണയത്തിന് പൈസ അടയ്ക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൊണ്ടടച്ചു. കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നു, കിടന്നു, ഉറങ്ങി. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ അവസാനം നമ്മൾ വീട്ടിലോട്ടെത്തി. ചോറൊക്കെ കഴിച്ചിട്ട്. അപ്പം അസ്സലാമു അലൈക്കും.